കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. സത്യപ്രതിജ്ഞാ വിവാദം തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഘർഷം. മേയർ അടക്കം കൗൺസിലർമാർക്ക് പരിക്കുപറ്റിയതായി കേൾക്കുന്നു. ചട്ടപ്രകാരമല്ലാതെയുള്ള സത്യപ്രതിജ്ഞ അസാധുവെന്ന് ഹൈക്കോടതി. ഹൈക്കോടതി വിധിയെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP അംഗങ്ങൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. നഗരസഭയിലെ BJP കൗൺസിലർമാർ ദൈവങ്ങളുടെ പേര് പ്രത്യേകം പരാമർശിച്ച് നടത്തിയ സത്യപ്രതിജ്ഞ നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. നിശ്ചിത മാതൃകയിലല്ലാതെ നടത്തിയ മുൻ സത്യപ്രതിജ്ഞ അസാധുവാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഭരണഘടനാപരമായ ചട്ടങ്ങൾ പാലിച്ച് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ BJP അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് വിധി പ്രകാരം BJP അംഗങ്ങൾ ജൂൺ 24-ന് ഇന്നലെ കോർപ്പറേഷനിൽ വെച്ച് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. CPM കൗൺസിലറും വികസനകാര്യ സ്ഥിരം സമിതി മുൻ അധ്യക്ഷനുമായ SP ദീപക് സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഈ നിർണായക വിധി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒന്നുകിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ സഗൗരവം ദൃഢപ്രതിജ്ഞ ചെയ്യണമെന്നാണ് കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ സെക്ഷൻ 143 വ്യവസ്ഥ. എന്നാൽ കോർപ്പറേഷൻ രൂപീകരണത്തിന് ശേഷം നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ BJP കൗൺസിലർമാർ പത്മനാഭസ്വാമി, ആറ്റുകാലമ്മ തുടങ്ങിയ പ്രാദേശിക ദൈവങ്ങളുടെ പേരുകൾ എടുത്തു പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത് ചട്ടവിരുദ്ധമാണെന്നും അതിനാൽ ഈ അംഗങ്ങളെ അയോഗ്യരാക്കണമെന്നും ആവശ്യപ്പെട്ട് SP ദീപക് കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയുടെ നിരീക്ഷണത്തിൽ ഹർജി പരിഗണിച്ച ഹൈക്കോടതി അംഗങ്ങളെ അയോഗ്യരാക്കാൻ തയ്യാറായില്ലെങ്കിലും സത്യപ്രതിജ്ഞാ ചട്ടങ്ങൾ കർശനമായി പാലിക്കപ്പെടേണ്ടതാണെന്ന് വ്യക്തമാക്കി. നിയമപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ഫോർമാറ്റിൽ നിന്ന് വ്യതിചലിക്കാൻ ആർക്കും അവകാശമില്ലെന്നും ദൈവനാമത്തിൽ എന്ന് പൊതുവായി പറയാമെന്നല്ലാതെ പ്രത്യേക ദൈവങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തുന്നത് നിയമപരമായി നിലനിൽക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കോടതി ഉത്തരവ് വന്നതോടെ നിലവിൽ അംഗത്വം നിയമസങ്കീർണതയിലാകാതിരിക്കാൻ BJP അംഗങ്ങൾ ഇന്നലെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. ചട്ടപ്രകാരം മേയറുടെ സാന്നിധ്യത്തിൽ ദൈവനാമത്തിൽ എന്ന് കൃത്യമായി ഉച്ചരിച്ചാണ് അംഗങ്ങൾ ഇത്തവണ പ്രതിജ്ഞ ചൊല്ലിയത്. കോടതി വിധി LDF രാഷ്ട്രീയ ആയുധമാക്കിയെങ്കിലും വിധി മാനിച്ചുകൊണ്ട് നിയമപരമായ സാങ്കേതികത്വം മറികടക്കാനാണ് BJP അംഗങ്ങൾ ഇന്നലെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതോടെ മാസങ്ങളായി നീണ്ടുനിന്ന ഈ നിയമ പോരാട്ടത്തിനും വിവാദങ്ങൾക്കുമാണ് താൽക്കാലിക ശമനമായിരിക്കുന്നത്. അതേസമയം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്യാതിരുന്ന R സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് LDF കൗൺസിലർമാരുടെ പ്രതിഷേധം സംഘർഷമായി. മേയർ അടക്കം ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നാണ് വാർത്ത. ചേർത്തലക്കാരൻ ജീവനൊടുക്കാനെത്തിയത് സെമ്പാളൂർ പള്ളിമേടയിലെ വാട്ടർ ടാങ്കിന് മുകളിൽ. വികാരിയുടെ സംയോജിതമായ ഇടപെടലിൽ ദുരന്തമൊഴിവായി. സെമ്പാളൂർ സെന്റ് ഫ്രാൻസിസ് പള്ളിയുടെ വാട്ടർ ടാങ്കിന് മുകളിൽ യുവാവ് ആത്മഹത്യാ ശ്രമം നടത്തിയ സംഭവം മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്ക് വഴിവെച്ചു. എന്നാൽ പള്ളി വികാരി റവറൻ ഡോക്ടർ ജോൺസൺ പങ്കിത്തിന്റെ ധീരവും സമയോചിതവുമായ ഇടപെടലിനെ തുടർന്ന് യുവാവിനെ സുരക്ഷിതമായി താഴെയിറക്കി ദുരന്തം ഒഴിവാക്കാനായി. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ചേർത്തല സ്വദേശിയും ഷോർട്ട് ഫിലിം സംവിധായകനുമായ 42-കാരനായ പ്രിൻസ് ആണ് വാട്ടർ ടാങ്കിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. സംഭവ വിവരം ലഭിച്ചതോടെ പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി. ടാങ്കിന് താഴെ സുരക്ഷാ വല വിരിച്ച് ഉദ്യോഗസ്ഥർ കാത്തുനിന്നെങ്കിലും യുവാവിനെ അനുനയിപ്പിക്കാൻ ആദ്യഘട്ടത്തിൽ സാധിച്ചില്ല. ഇതിനിടെയാണ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി പുറത്തുപോയിരുന്ന പള്ളി വികാരി റവറൻ ഡോക്ടർ ജോൺസൺ പങ്കിൻ സംഭവം അറിഞ്ഞ് സ്ഥലത്ത് തിരിച്ചെത്തിയത്. സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ അദ്ദേഹം പ്രാർത്ഥനയോടെ സ്വന്തം സുരക്ഷ പോലും അവഗണിച്ച് നേരിട്ട് യുവാവിനരികിലെത്തി സംസാരിക്കാൻ ശ്രമിച്ചു. ഏറെ നേരം നീണ്ടുനിന്ന അനുനയ ശ്രമങ്ങൾക്കൊടുവിൽ യുവാവിന്റെ വിശ്വാസം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വികാരിയുടെ ശാന്തവും കരുതലോടെയുമുള്ള ഇടപെടലാണ് ഒടുവിൽ ഫലം കണ്ടത്. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ യുവാവിനെ ശാന്തനാക്കി സുരക്ഷിതമായി താഴെയിറക്കുകയും ദുരന്ത സാധ്യത പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്തു. തുടർന്ന് യുവാവിനെ പോലീസിന്റെ സംരക്ഷണത്തിൽ കൂടുതൽ പരിശോധനകൾക്കും ആവശ്യമായ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾക്കുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറി. സംഭവത്തിന് മുമ്പ് യുവാവ് പള്ളിയോട് ചേർന്നുള്ള പുഴക്കടവിന് സമീപം ഒളിച്ചിരുന്നുവെന്നും പിന്നീട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വാട്ടർ ടാങ്കിന് മുകളിൽ കയറുകയായിരുന്നുവെന്നും പ്രദേശവാസികൾ പറഞ്ഞു. റവറൻ ഡോക്ടർ ജോൺസൺ പങ്കത്തിന്റെ ധീരമായ ഇടപെടലും മാനുഷിക സമീപനവും
ദേശവാസികളെയും രക്ഷാപ്രവർത്തകരുടെയും പ്രശംസ ഏറ്റുവാങ്ങുകയായിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ നടത്തിയ അദ്ദേഹത്തിന്റെ സംയോജിതമായ ഇടപെടലാണ് ഒരു ജീവൻ രക്ഷിക്കാൻ വഴിയൊരുക്കിയത്. ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിങ്ങിന്റെ പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിങ് പ്രസിഡന്റ് സിന്ധു ബാബുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വനിതാ വിങ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ട്രഷററുമായ ഷൈന ജോർജ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. പൊതുയോഗത്തിൽ വെച്ച് പ്രമുഖ വ്യക്തിത്വങ്ങളെ പൊന്നാടയണിച്ച് ആദരിക്കുകയുണ്ടായി. ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലായി തിരഞ്ഞെടുക്കപ്പെട്ട റൈസൻ ആലുക്കയെയും SH കോളേജിൽ പ്രൊഫസർ ഓഫ് പ്രാക്ടീസായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ട്രഷററുമായ ഷൈന ജോർജിനെയും ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. നിയോജക മണ്ഡലം ചെയർമാൻ ഫ്രാൻസിസ് PV, കൺവീനർ ശശിധരൻ, ട്രഷറർ വിനോദ്, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി, ട്രഷറർ ഷൈജു പുത്തമ്പുളരിക്കൽ, ചന്ദ്രൻ കുളത്താപ്പള്ളി, റൈസൻ ആലുക്ക, വനിതാ വിങ് കോർഡിനേറ്റർ ആന്റണി മേനാച്ചേരി എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു. തുടർന്ന് 2026-28 വർഷത്തേക്കുള്ള വനിതാ വിങ്ങിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ലഹരിക്കെതിരെ ചാലക്കുടിയുടെ തൂഫാൻ. പേര് കേട്ടതുപോലെ തന്നെ ഇതൊരു കൊടുങ്കാറ്റാണ്. ലഹരിയുടെ വേരൊറുക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച തൂഫാൻ പദ്ധതിക്ക് ചാലക്കുടിയിൽ ആവേശകരമായ തുടക്കം. ജനപങ്കാളിത്തം കൊണ്ട് ചാലക്കുടി പോലീസ് ഈ പരിപാടിയെ ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റി. ചാലക്കുടി നിയോജക മണ്ഡല തല ഉദ്ഘാടനം MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലിസ് ഷിബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ബെന്നി സ്വാഗതം ആശംസിച്ചു. നാട്ടിലെ ജനപ്രതിനിധികളും സ്കൂൾ അധികൃതരും പോലീസും കൈകോർത്തപ്പോൾ അതൊരു പുതിയ ചരിത്രമായി. എന്നാൽ ചാലക്കുടിയെ ശരിക്കും ആവേശത്തിലാക്കിയത് മറ്റൊന്നാണ്, തൂഫാൻ ഷൂട്ടൌട്ട്. ലഹരിക്കെതിരെയുള്ള ഗോളടി മത്സരത്തിൽ MLAയും ചെയർപേഴ്സണും പോലീസും നാട്ടുകാരും ഒന്നിനൊന്ന് മെച്ചമായി പെനാൽറ്റി ബോക്സിൽ നിന്ന് ഗോൾ വല കുലുക്കി. ലഹരിക്കെതിരെ നമ്മളും അടിക്കും ലക്ഷ്യത്തിലേക്ക് എന്ന പ്രഖ്യാപനമായിരുന്നു അത്. വെറുമൊരു ബോധവൽക്കരണമല്ല, ആദ്യം ശക്തമായ സന്ദേശം നൽകും, പിന്നാലെ ലഹരി സംഘങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടികൾ. ചാലക്കുടി പോലീസിന്റെ ഈ തൂഫാൻ മാതൃക ഇനി കേരളമൊട്ടാകെ പടരട്ടെ. ലഹരിയില്ലാത്ത നല്ലൊരു നാളേക്കായി നമുക്കും കൈകോർക്കാം. CPM ഓഫീസിൽ കഞ്ചാവ് വേട്ടയെന്ന വ്യാജ പ്രചാരണം. 7 പേർക്കെതിരെ എടവണ്ണ പോലീസ് കേസെടുത്തു. CPM എടവണ്ണ ലോക്കൽ കമ്മിറ്റിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തികരമായ രീതിയിൽ വ്യാജ പ്രചാരണം നടത്തിയ 7 പേർക്കെതിരെ എടവണ്ണ പോലീസ് കേസെടുത്തു. CPM എടവണ്ണ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK മുഹമ്മദ് അലി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. കഴിഞ്ഞ ജൂൺ 18 മുതൽ 22 വരെയുള്ള തീയതികളിൽ വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഫേസ്ബുക്ക്, X തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പാർട്ടി കമ്മിറ്റിയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും മോശമായി ചിത്രീകരിക്കുകയും അതുവഴി ജനങ്ങൾക്കിടയിൽ പരസ്പരം വിദ്വേഷവും ലഹളയും സൃഷ്ടിക്കാനും പ്രതികൾ ബോധപൂർവം ശ്രമിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. വ്യാജ ചിത്രം നിർമ്മിച്ച് പ്രചാരണം സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയുടെ ഭാഗമായി എടവണ്ണ CPM ഓഫീസിൽ നിന്ന് കഞ്ചാവ് ഉൾപ്പെടെ പിടികൂടിയെന്ന തരത്തിലാണ് വ്യാജ ചിത്രം നിർമ്മിച്ച് പ്രതികൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ഈ വ്യാജ പോസ്റ്റുകൾ മറ്റ് നിരവധി വ്യക്തിഗത അക്കൗണ്ടുകളിലേക്കും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്കും വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു. മറ്റു ജില്ലകളിലെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിവരം അറിയിക്കുമ്പോഴാണ് എടവണ്ണയിലെ പാർട്ടി നേതൃത്വം ഈ വ്യാജ പ്രചരണത്തെ കുറിച്ച് അറിയുന്നത്. തുടർന്ന് CPM എടവണ്ണ ലോക്കൽ സെക്രട്ടറി PK മുഹമ്മദ് അലി എടവണ്ണ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതികൾക്കെതിരെ കർശന നടപടി. CPM ലോക്കൽ കമ്മിറ്റിയുടെ പരാതിയെ തുടർന്ന് താഴെ പറയുന്ന 7 പേർക്കെതിരെയാണ് പോലീസ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. അനിൽകുമാർ കൊല്ലം, വിപിൻ രാജ് കൊല്ലം, കൊച്ചുമോൻ കോട്ടയം, ക്ലൈവ് ദേവസി തൃശൂർ, പരീദ് എറണാകുളം, പ്രശാന്ത് ചാത്തന്നൂർ, സർജിത് കാട്ടുപറമ്പത്ത്. സംഭവത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴി
വ്യാജ വാർത്തകളും വിദ്വേഷവും പ്രചരിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. മെറ്റ്സ് സിൽവർ ജൂബിലി സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിലെ മാളയിൽ 2002 സ്ഥാപിതമായ മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെറ്റ്സ് സിൽവർ ജൂബിലി സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു. മികച്ച വിദ്യാഭ്യാസം അർഹരായ എല്ലാ വിദ്യാർത്ഥികളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആകർഷകമായ ഈ സ്കോളർഷിപ്പ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ബിഫാം വിദ്യാർത്ഥികൾക്ക് 50,000 രൂപ, എഞ്ചിനീയറിംഗ് ബിടെക് വിദ്യാർത്ഥികൾക്ക് 25,000 രൂപ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കോഴ്സിനനുസരിച്ച് ആകർഷകമായ സ്കോളർഷിപ്പ്. ഓരോ വിഭാഗത്തിലും ആദ്യം അഡ്മിഷൻ ഉറപ്പാക്കുന്ന 25 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹത ലഭിക്കുക. സീറ്റുകൾ പരിമിതമായതിനാൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എത്രയും വേഗം അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്ന് മെറ്റ് സിഇഒ അറിയിച്ചു. കഴിഞ്ഞ 25 വർഷമായി വിദ്യാഭ്യാസ മേഖലയിൽ മികവിന്റെ മുദ്ര പതിപ്പിച്ച മെറ്റ്സ് ഗ്രൂപ്പിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഈ സ്കോളർഷിപ്പ് പദ്ധതി. സാമ്പത്തിക പരാധീനതകൾ മറികടന്ന് മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങൾക്ക് മാളയിലുള്ള മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെടുക. സിഇഒ ഡോക്ടർ ജോർജ് കോലഞ്ചേരി. ജനവാസ മേഖലയിലെ കള്ളുഷാപ്പിനെതിരെ ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരിയിൽ ജനരോഷം ശക്തമാകുന്നു. V1 നഗർ നിവാസികൾ നടത്തിവരുന്ന അനിശ്ചിതകാല പ്രതിഷേധ സമരം 9ാം വാരത്തിലേക്ക് കടന്നു. പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുകയും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാവുകയും ചെയ്യുന്ന കള്ളുഷാപ്പ് ജനവാസ മേഖലയിൽ നിന്നും അടിയന്തരമായി മാറ്റിസ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പുറത്തുശ്ശേരി V1 നഗർ നിവാസികൾ ആരംഭിച്ച സമരം 9ാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ 9ാം വാര സമരം മുൻ MLA പ്രൊഫസർ അരുൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ആശങ്കകൾക്ക് അധികൃതർ അടിയന്തരമായി പരിഹാരം കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മുനിസിപ്പൽ കൗൺസിലർ ബാബു പാലക്കൽ അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി ജീവൻലാൽ, ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ, വിനീത് ശ്രീകുമാർ എന്നിവർ സമരക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ചടങ്ങിൽ അശോകൻ കളരിക്കൽ സ്വാഗതവും MG സുഗണൻ നന്ദിയും പറഞ്ഞു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്ന ഈ അനധികൃത മദ്യശാല ജനവാസ മേഖലയിൽ നിന്ന് നീക്കം ചെയ്യുന്നതുവരെ സമരം ശക്തമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. അധികൃതരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടി ഉണ്ടാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ജനകീയ സമരസമിതിയുടെ നീക്കം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.